കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെക്കുറിച്ച് 4ാം ദിവസവും വിവരമില്ല. തടി കയറ്റി വരികയായിരുന്ന ലോറി ആണ് അപകടത്തിൽപ്പെട്ടത്. GPS സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞും. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ. ഈ മാസം 16 രാവിലെ 9 മണിയോടെ ഷിരൂരിൽ ദേശീയപാതയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അതിൽ അർജുൻ അകപ്പെട്ടു എന്നാണ് സംശയിക്കുന്നത്. എന്നാൽ വണ്ടിയിൽ ഉറങ്ങുകയായിരുന്നോ അതോ വണ്ടി അവിടെ വെച്ച് മറ്റെവിടേക്കെങ്കിലും പോയതാണോ എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. മണ്ണിനടിയിൽ അർജുനടക്കം 15 പേർ പെട്ടിട്ടുണ്ടാകാമെന്നാണ് സൂചന. ഫോൺ ഒരു തവണ റിങ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ഫോൺ സ്വിച്ച് ഓഫുമാണ്. വണ്ടിക്ക് GPS ഉള്ളതുകൊണ്ട് ആ മുതലാളിമാർ ട്രാക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ GPS അവിടെ വെച്ച് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ തെരച്ചിൽ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരോട്. അവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വണ്ടീൻ്റെ എൻജിൻ ഓണാണ്, ഇന്നലെ വരെ ഓണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് സൂചന നൽകുന്നുണ്ടാവും, ആ ഒരാൾ സ്ഥലത്തുണ്ട് എന്നുള്ള സൂചന ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സാധാരണഗതിയിൽ ലോറി എവിടെയാണ് എന്നറിയാൻ GPS പരിശോധിക്കാറുണ്ട്. അന്നും അങ്ങനെ ചെയ്തപ്പോഴാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് ലോറി ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തന്നെ അങ്കോല പോലീസിൽ പരാതി നൽകി. എന്നാൽ 3 ദിവസമായിട്ടും പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മണ്ണിനടിയിലാണ് ലോറിയുടെ GPS കാണിക്കുന്നത്. ഫോഴ്സിന്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കുള്ളൂ. ഈ രീതിയിൽ റെസ്ക്യൂ നടന്നാൽ 10 ദിവസം കൊണ്ട് ആളെ രക്ഷിക്കാൻ പറ്റൂല. ആളിനി രക്ഷിക്കാൻ പറ്റില്ല നമുക്കറിയില്ല. ഓൾമോസ്റ്റ് 72 മണിക്കൂർ കഴിഞ്ഞു. ആ ഒരു സ്പോട്ട് ഇതുവരെ അവർ ക്ലിയർ ചെയ്തിട്ടില്ല. റോഡിലെ മണ്ണ് വശങ്ങളിലേക്ക് മാറ്റി ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെയും മണ്ണ് മാറ്റി പരിശോധന നടത്തിയിട്ടേയില്ല. AC ഓൺ ചെയ്ത് ഫുൾ കവർ ചെയ്ത വണ്ടിയാണ് അർജുൻ്റേത്. അതുകൊണ്ട് മണ്ണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് നിഗമനം. അർജുൻ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ ജീവനോടെ അർജുനെ കണ്ടെത്താൻ കഴിയും. ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതിലും പ്രതീക്ഷയുണ്ട്. അർജുനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും കർണാടക ഗതാഗത മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നും അന്വേഷണത്തിന് കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.